നോമ്പുകാലത്തിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണല്ലോ. പാഷൻ റിസൈറ്റൽ എന്നാണ് പറയുന്നത്. പാഷൻ ഓഫ് ക്രൈസ്റ്റ്. നോമ്പുകാലം ഇറ്റ് ഈസ് ആൻ ഐഡൻറ്റിഫിക്കേഷൻ വിത്ത് ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയാറുണ്ട്. കർത്താവിൻ്റെ പീഡാനുഭവങ്ങളോടുള്ള ഒരു താതാത്മ്യപ്പെടലാണ് നോമ്പുകാലം. യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട ഒരു നോയമ്പ് നമ്മൾ കൊണ്ടാടുകയും ആരാധിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നതൊക്കെ 25 നോയമ്പിലൂടെയാണ്. അഡ്വൻ്റസ് സീസൺ എന്ന് പറയും. യേശുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പീഡാനുഭവവുമായി ബന്ധപ്പെട്ട സഭയായി കൊണ്ടാടുന്ന ഒരു നോയമ്പാണ് ഈ 50 നോയമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ജനനവുമായി ബന്ധപ്പെട്ട ഒരു നോയമ്പ്, മറ്റൊന്ന് മരണവുമായി പീഡാനുഭവവുമായി ബന്ധപ്പെട്ട ഒരു നോയമ്പ്. ഇപ്പോൾ 25 നോയമ്പാകട്ടെ 50 നോയമ്പാകട്ടെ നമ്മൾ വളരെ സഭ ഗൗരവമായി എടുക്കുകയും ആരാധിക്കുകയും ആചരിക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഈ നോമ്പാചരണം കർത്താവിൻ്റെ പീഡാനുഭവത്തോടുള്ള നമ്മുടെ താതാത്മ്യപ്പെടലാണല്ലോ. ഐഡൻറ്റിഫൈങ് വിത്ത് ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ്. എന്തിനു വേണ്ടി താതാത്മ്യപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, ദി അൾട്ടിമേറ്റ് ഔട്ട്കം ഓഫ് ദി ഐഡൻറ്റിഫിക്കേഷൻ ഈസ് ബിക്കമിങ് മോർ ആൻഡ് മോർ ക്ലോസർ ടു ഗോഡ് ആൻഡ് ക്ലോസർ ടു വൺ അനദർ. താതാത്മ്യപ്പെടലിൻ്റെ ലക്ഷ്യം തന്നെ ദൈവത്തോട് നമ്മൾ കൂടുതൽ അടുക്കുക എന്നുള്ളതാണ്. ഒരാളിൻ്റെ സങ്കടത്തിൽ നമ്മൾ അവരോട് താതാത്മ്യപ്പെടുമ്പോൾ, ഒരാളിൻ്റെ സന്തോഷത്തിൽ നാം അവരോട് താതാത്മ്യപ്പെടുമ്പോൾ വി ബിൽഡ് അപ്പ് റിലേഷൻഷിപ്പ്. യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളോടുള്ള താതാത്മ്യപ്പെടലാണ് നോയമ്പ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഈ നോയമ്പിലൂടെ സാധിക്കുന്നത് ഞാനുമിൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം, ഞാനുമിൻ്റെ സമസൃഷ്ടങ്ങളുമായിട്ടുള്ള ബന്ധം, ഇവിടെ ഒരു വർധനവ് ഉണ്ടാകുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വർഷത്തെ നോമ്പിലൂടെയൊക്കെ നമ്മൾ ആഗ്രഹിക്കേണ്ടതും നമുക്ക് സാധിക്കേണ്ടതും ഈ നോമ്പ് വീടിക്കഴിയുമ്പോൾ, ഉയർപ്പ് ഞായറാഴ്ച കഴിയുമ്പോൾ നമുക്കൊക്കെ പറയുവാൻ കഴിയണം, ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം. ഈ നോയമ്പ് ആചരണത്തിലൂടെ അതിലൊരു വർധനവ്, വളർച്ചയുണ്ടായി. ഞാനും എൻ്റെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം, മറ്റുള്ള സഹോദരങ്ങളോടുള്ള ഒരു ബന്ധം, അവിടെ വളർച്ചയുണ്ടായി. അതിനിടയാകട്ടെ എന്നാഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഈ നോമ്പ് ആചരണത്തിൽ കാൽവറി നാദം എന്ന പേരാണ് നമ്മൾ ഈ പരിപാടിക്കൊക്കെ കൊടുത്തിരിക്കുന്നത്. കാൽവറി നാദം, ദ വോയിസ് ഓഫ് ദ ക്രോസ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ക്രൂശിൻ്റെ ശബ്ദം എന്താണ്? 3 കാര്യങ്ങൾ മാത്രം പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഇറ്റ്സ് എ വോയിസ് ഓഫ് ഫോർഗീവ്നെസ്. ക്ഷമയുടെ ഒരു വലിയ ശബ്ദമാണ് കുരിശിൽ നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയുന്നത്. ക്ഷമ. യേശു കർത്താവിൻ്റെ മൊഴികളിൽ എല്ലാം തന്നെ ഇറ്റ് സ്പീക്സ് എലൗഡ് ഹൂ ഈസ് ജീസസ് ക്രൈസ്റ്റ്. ഈ മൊഴികളെല്ലാം താൻ ആരാണെന്ന് വെളിവാക്കപ്പെടുന്ന ഓരോ മൊഴികളാണ്. അതിലൊന്നാണ്, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. സോ ദ വോയിസ് ഓഫ് ദ ക്രോസ് ഈസ് എ ചലഞ്ച് ടു ഫോർഗീവ് വൺ അനദർ. ഇന്ന് അക്ഷമയരായിരിക്കുന്നതാണ് പലയിടങ്ങളിലെയും പ്രശ്നങ്ങൾക്ക് കാരണമായിട്ട് തീരുന്നത്. ക്ഷമ നഷ്ടപ്പെട്ടു പോകുന്നു. ഭവനത്തിനുള്ളിലാകട്ടെ, മറ്റിടങ്ങളിലാകട്ടെ, അത് രാഷ്ട്രീയ തലങ്ങളിലാകട്ടെ ഒക്കെ ക്ഷമ നഷ്ടപ്പെട്ടു പോകുന്നതിലൂടെ വലിയ വൈരാഗ്യം വർദ്ധിക്കുന്നു, ഭിന്നതകൾ വർദ്ധിക്കുന്നു, അക്രമം പൊട്ടിപ്പുറപ്പെടുന്നു. ഇതിൻ്റെയൊക്കെ കാരണം തന്നെ ക്ഷമിക്കുവാൻ പലപ്പോഴും കഴിവില്ലാതെ പോകുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് യേശു കർത്താവ് താൻ കുരിശിൽ കടന്നുകൊണ്ട് അതിവേദനയിൽ പറയുന്നത്, അവരോടൊക്കെ ക്ഷമിക്കണമേ. ഈ ക്രൂശ് നമ്മളോട് സംസാരിക്കുന്നത് ക്ഷമിക്കുവാൻ ഉള്ള വലിയൊരു പാഠമാണ് ക്രൂശിലൂടെയുള്ളത്. രണ്ടാമത്, ഇറ്റ്സ് എ വോയിസ് ഫോർ കെയറിങ്. കരുതലിന് വേണ്ടിയുള്ള വലിയൊരു ശബ്ദമാണ്. യേശു കർത്താവ് കുരിശിൽ കടന്നവർ പറയുന്നുണ്ട്, യോഹന്നാനോട് പറയുന്നു, ഇതാ നിൻ്റെ അമ്മ. മറിയോട് പറയുന്നു, ഇതാ നിൻ്റെ മകൻ. കരുതുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്ന് വളരെ പ്രസക്തമാണ്. ഇന്ന് ഈ കാൽവരി നാദം എന്ന് പറയുന്ന പരിപാടി നടക്കുമ്പോൾ നമ്മുടെ ഭദ്രാസനത്തിലെ കരുതലിൻ്റെ ഒരു ദൃശ്യഭാവമായി സുഹൃതം ഇവിടെ ആരംഭിക്കാനിടയാകുന്നത്. സുഹൃതത്തെക്കുറിച്ച് ഇതിൻ്റെ കൺവീനർ ബഹുമാനോട് വർഗീസ് കെ അബ്രഹാമച്ചൻ ഇതിനെക്കുറിച്ച് അല്പം വസ്തുതകൾ പറയുന്നതാണ്. എന്താണ് സുഹൃതം? നമുക്ക് മനസ്സിലാകാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ കരുതുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ കരുതുക. പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലും ഏകാന്തതയിലും രോഗത്തിലുമൊക്കെ കഴിയുന്ന ധാരാളം ആളുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അടുത്തിടെ ആരോ പറയുണ്ടായി, ഇന്ന് ദീർഘായുസ് ഇന്നത്തെ ഒരു പ്രത്യേക വസ്തുതയാണ്. 80, 90, 100 ഐ ആം 100 ഇയർ യങ് എന്ന് പറയുന്ന നമ്മുടെ മാതാപിതാക്കളാണ് ഉള്ളത്. 100 വർഷത്തിലും 106 വർഷത്തിലും എന്നാൽ ആരോഗ്യത്തോടിരിക്കുന്ന ആളുകളൊക്കെ ധാരാളമുണ്ട്. എന്നാൽ ഈ ദീർഘായുസ് കൊണ്ട് തന്നെ ചിലരെങ്കിലുമൊക്കെ വാർദ്ധക്യത്തിൽ ക്ഷീണിതരായിട്ടൊക്കെ പോകുന്നു, ഏകാന്തതയിൽ കഴിയേണ്ടി വരുന്നു. ദാറ്റ് മേ ലീഡ് ടു ഡിപ്രഷൻ ആൻഡ് ഡിപ്രഷൻ മേ ലീഡ് ടു അൾഷിമേഴ്സ് എന്ന് ഡോക്ടർമാർ ആരുടെ അടുത്ത കാലത്ത് പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. ദീർഘായുസ് നല്ലതാണ്,
എന്നാലിത് ഡിപ്രഷനിലേക്ക് നയിക്കപ്പെട്ടാലോ? അതിന് കാരണം ചിലപ്പോൾ ഏകാന്തതയായിരിക്കാം, ചിലപ്പോൾ രോഗാവസ്ഥയായിരിക്കാം, ചിലപ്പോൾ അൺവാണ്ടഡ് എന്നൊരു ഫീലിംഗ് ആയിരിക്കാം. അത് ഡിപ്രഷനിലേക്കും ക്രമേണ അത് അൾഷിമേഴ്സിലുമൊക്കെ ബാധിക്കുന്നുവെന്ന് ചിലർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കരുതൽ ഇന്നിൻ്റെ ആവശ്യമാണ്. യേശു കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് കരുതുവാൻ പറയുന്നത് അമ്മയോടും അല്ലെങ്കിൽ താൻ സ്നേഹിച്ച ശിഷ്യനോടും പറഞ്ഞ് പരസ്പരം കരുതണമെന്ന്. വോയിസ് ഓഫ് ദ ക്രോസ് ഈസ് എ ചലഞ്ച് ടു കെയർ വൺ അനദർ. ആ കരുതലാണ് സുഹൃതം എന്ന പദ്ധതിയിലൂടെയൊക്കെ നമ്മൾ ആരംഭിക്കുന്നത്. നമ്മുടെ ഭവനങ്ങളിലോ നമ്മുടെ അയൽപക്കങ്ങളിലോ ഇടവകയിലോ ഒക്കെ നിസ്സഹായരായി കഴിയുന്ന ആളുകളെ ഇന്ന് നമ്മുടെ ഭദ്രാസനത്തിലെ പല ഇടവകളിലും പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഉണ്ട്. ഈ ഇടവക തന്നെ വളരെ അനുഗ്രഹീതമായി ആ പരിപാടി നടത്തി വരുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. 100-ലധികം ആളുകളെ റീച്ച് ഔട്ട് ചെയ്യുന്നുണ്ട് ഈ ഇടവക. എറണാകുളത്തുള്ള പല ഇടവകൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ആരംഭിച്ചിട്ടുണ്ട്. ഭദ്രാസനത്തിൻ്റെ ആഗ്രഹമൊക്കെ ഈ വർഷം നമ്മുടെ ഭദ്രാസനത്തിലെ എല്ലാ ഇടവകളിലും ഒരു യൂണിറ്റ് ഉണ്ടാകണം. ഇടവക അതിർത്തിയിൽ ഇടവകാംഗങ്ങൾക്ക് മാത്രമല്ല, ഇടവകയ്ക്ക് പുറത്തുള്ളവരാകട്ടെ, വാർദ്ധക്യതയിലും ഏകാന്തതയിലും നിസ്സഹായതയിലും കഴിയുന്ന ആളുകളെ ഒന്ന് കരുതുവാൻ, ഒരു കരുതലിൻ്റെ ഒരു കരസ്പർശനം കൊടുക്കുവാൻ ഇടവകയ്ക്ക് കഴിയണം. ആ ലക്ഷ്യത്തോടു കൂടിയാണ് സുഹൃതം ഇന്ന് ആരംഭിക്കുന്നത്. അതുകൊണ്ട് ക്രൈ ഓഫ് ദ ക്രോസ് ഈസ് എ ചലഞ്ച് ഫോർ കെയറിങ്. മറ്റുള്ളവരെ കരുതുക എന്നുള്ളതാണ്. മൂന്നാമതായി ഇറ്റ്സ് എ ക്രൈ ഫോർ ഡിപ്പെൻഡൻസ്. ഈ കുരിശിലെ മടിയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് പിതാവേ എൻ്റെ കയ്യിലേക്ക് എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു. പൂർണ്ണമായി ദൈവകരങ്ങൾ. ഗത്സമന തോട്ടത്തിൽ വെച്ച് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമെന്ന് പറഞ്ഞ കർത്താവ് ഉടനെ പറയുന്നു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം പോലെ. അത് കുരിശിൽ കിടന്നുകൊണ്ട് പറയുകയാണ്, എൻ്റെ ആത്മാവിനെ ഇതാ നിൻ്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. പൂർണ്ണമായി ഡിപ്പെൻഡ് ചെയ്യുക. പ്രതിസന്ധികളുണ്ടാകാം. ക്രൂശ് ജീവിത യാഥാർത്ഥ്യമാണ്. എന്നാൽ ക്രൂശ് അതിൽ തന്നെ ഒരു അന്തമല്ല. ഇറ്റ് ലീഡ്സ് ടു റിസറക്ഷൻ. കുരിശ് എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകാം. ഇന്നത്തെ ഈ നാം ജീവിക്കുന്ന വർത്തമാനകാലത്തിൽ കുരിശെന്ന് പറയുന്നത് നമ്മളിന്ന് പല വിധത്തിൽ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി വി ആർ എക്സ്പീരിയൻസിങ്. രാഷ്ട്രീയമായിട്ടാകാം, മതപരമായിട്ടാകാം. നമുക്ക് വേണമെങ്കിൽ പറയാം ഇന്ന് മതാത്മകതയൊക്കെ വർദ്ധിക്കുന്നുണ്ട്, ആധ്യാത്മികത കുറഞ്ഞു വരികയാണ്. റിലിജിയോസിറ്റി എന്ന് വേണമെങ്കിൽ പറയാം, മതാത്മകത. ക്രിസ്ത്യ മതത്തോടുള്ള വലിയ സ്നേഹവും ആഭിമുഖ്യവും, ഹൈന്ദവ സഹോദരങ്ങൾക്ക് ഹൈന്ദവ സമുദായത്തോടുള്ള വലിയ സ്നേഹവും ആഭിമുഖ്യവും, മറ്റ് ഇസ്ലാം സഹോദരങ്ങൾക്ക് ആ സമുദായത്തോടുള്ള ആഭിമുഖ്യം, അതിലൊക്കെ പ്രധാനമായ ദൈവത്തോടുള്ള ആഭിമുഖ്യമാണ് പ്രധാനം. മതത്തോടുള്ള സ്നേഹമല്ല വർദ്ധിക്കേണ്ടത്, ദൈവത്തോടുള്ള. അതാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. അങ്ങനെ അത് വളരെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് ഓരോ മതത്തിലും പെട്ടവർ എവിടെ ഭൂരിപക്ഷമുണ്ടോ അവർ ന്യൂനപക്ഷത്തെയൊക്കെ വളരെയധികം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. വേണമെങ്കിൽ അത് ക്രൂശെന്ന് പറയാം, എന്നാൽ അത് അതിൽ തന്നെ അന്തമല്ല. അതൊരു ക്രൂശാണ് എന്ന് വിചാരിച്ച് ക്രൂശിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ട് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാമെന്ന് ആരും വിചാരിക്കരുതെന്ന് എൻ്റെ വിചാരം. ഇന്ത്യയിൽ പാർത്തുകൊണ്ട് തന്നെ ഈ ക്രൂശിനെ നേരിടുവാൻ വിശ്വാസികൾക്ക് കഴിയണം. ഇതിനപ്പുറം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്നുള്ളത് ഉയർപ്പിലൂടെ പ്രത്യാശ നമുക്ക് നൽകുകയാണ്. അതുകൊണ്ട് ഈ വർഷത്തെ നോയമ്പൊക്കെ നമ്മൾ ആചരിച്ച് ഉയർപ്പ് ഞായറാഴ്ചയിലേക്ക് നമ്മൾ അടുത്ത് വരുമ്പോൾ ക്രൂശ് ഏത് വിധേനയും നമ്മൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ നിരാശപ്പെട്ടു പോകരുത്. ഇതിനപ്പുറമായി ഒരു ഉയർപ്പുണ്ട്. വി ഹാവ് എ ഹോപ്പ്. ഒരു വലിയ പ്രത്യാശയ്ക്ക് വകയാണ്. ആ ഒരു പ്രത്യാശയോടുകൂടി ക്രൂശിനെ ധീരതയോടെ നേരിടുവാൻ, ക്രൂശിൻ്റെ അനുഭവങ്ങളിൽ ദൈവത്തിൽ പരിപൂർണമായി ശരണപ്പെടുവാൻ നമുക്കിടയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.